നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഒറ്റ ചിത്രം കൊണ്ട് ലോക സിനിമയിൽ ഇടം നേടിയ സംവിധായകനാണ്, ഇന്ത്യൻ സംവിധായകനാണ് സത്യജിത് റായ്. ചിത്രം പഥേർ പാഞ്ചാലി. സഹോദരങ്ങളായ അബുവിന്റെയും ദുർഗയുടെയും ജീവിതം പറഞ്ഞ പഥേർ പാഞ്ചാലി. ആ പഥേർ പാഞ്ചാലിയിൽ മാത്രം ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ച് മരണം വരെ ആ ഖ്യാതിയിൽ ജീവിച്ച വ്യക്തിത്വമായിരുന്നു ഉമാദാസ് ഗുപ്ത എന്ന് പറഞ്ഞ കലാകാരിയുടേത്. കലാകാരി എന്ന് പറയാൻ വന്നിട്ടുണ്ട്, കാരണം പിന്നീട് അവർ അധ്യാപികയായി മാറി. ദുർഗയുടെ വേഷം ചെയ്തത്, പഥേർ പാഞ്ചാലിയിൽ ദുർഗയായത് ഉമാദാസ് ഗുപ്തയായിരുന്നു. ഒരു സ്കൂൾ കലാപരിപാടിയിലെ നാടകത്തില് കൊച്ചുമ അഭിനയിച്ചത് 14 വയസ്സുള്ളപ്പോൾ അഭിനയിക്കുന്നത് കണ്ട ഉമാദാസ് ഗുപ്തയെ തന്റെ ആദ്യ സിനിമയായ പഥേർ പാഞ്ചാലിയിലെ ദുർഗയാകാനായിട്ട് റായ് ക്ഷണിക്കുകയായിരുന്നു. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ ബംഗാളി നോവലിൽ നിന്നും അതേ പേരിൽ സത്യജിത് റേ സിനിമയാക്കിയപ്പോൾ ആ ചിത്രം ലോകം മുഴുവൻ അഭിനന്ദനം കൊണ്ട് മൂടി എന്ന് പറയാം. പഥേർ പാഞ്ചാലി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സത്യജിത് റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പഥേർ പാഞ്ചാലിയാണ്. 14-കാരിയായ ഉമയ്ക്ക് അതറിയില്ലായിരുന്നു. ഈ സിനിമ ലോകം മുഴുവൻ ഖ്യാതി നേടിയതോ, അല്ലെങ്കിൽ ഞാൻ ദുർഗയായിട്ട് അഭിനയിക്കുന്ന ഈ സിനിമ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചലച്ചിത്ര കാവ്യമായി മാറുമെന്നോ ഒന്നും 14 വയസ്സുള്ള ഉമയ്ക്ക് അറിയില്ലായിരുന്നു. ചിത്രം ലോക പ്രശസ്തമാവുകയും സത്യജിത് റായ് ഇന്ത്യൻ സിനിമയുടെ ഒന്നാമനാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ആദ്യ ചിത്രത്തോടെ തന്നെ അഭിനയ വഴി അവസാനിപ്പിച്ച് പഠിത്തം തുടർന്ന് സ്കൂൾ അധ്യാപികയായി ഉമാദാസ് ഗുപ്ത കളം മാറ്റുകയായിരുന്നു. ഒരൊറ്റ സിനിമയിൽ റേയുടെ എന്തിനല്ലേ നഞ്ചെന്തിന് നാനാഴിന്ന് കേൾക്കും പോലെ ഒരു പഥേർ പാഞ്ചാലി പോലെ മരണം വരെയും അവരെ ആ പേരിൽ അറിയപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച 84-ാമത്തെ വയസ്സിൽ അബുവിന്റെ പ്രിയപ്പെട്ട സഹോദരി ദുർഗ വിട പറഞ്ഞു. പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകൻ റായിയോട് ഉമയെപ്പറ്റി, ഒരു മിടുക്കിയായ കുട്ടി എൻ്റെ ക്ലാസ് മുറിയിലുണ്ട് എന്ന് സത്യജിത് റേയോട് പറഞ്ഞു. അങ്ങനെ മിടുമിടുക്കിയായ ഒരു കലാകാരി ആ ക്ലാസ് മുറിയിലുണ്ടെന്ന് സുഹൃത്തായ അധ്യാപകൻ പറഞ്ഞപ്പോൾ, എന്നാൽ ആ കുട്ടിയെ ഒന്ന് കാണണം എന്ന് റായ് നിശ്ചയിച്ചു. അപ്പോ അഭിനയിക്കാനൊന്നും അറിയില്ല എങ്കിലും സിനിമ ഷൂട്ടിങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ ഉമ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സിനിമ ഷൂട്ടിംഗ് കാണാമെന്നുള്ള ത്രില്ല്. അതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല, ട്രെയിനിൽ കയറാനുള്ള അവസരം, മഴ നനഞ്ഞുള്ള കളി. പക്ഷെ ഈ മഴയിൽ കളിച്ചാണ് ദുർഗ എന്ന് പറഞ്ഞ കഥാപാത്രം പനി പിടിച്ച് മരിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് പഥേർ പാഞ്ചാലിയിലെ ദുർഗയാവാൻ ഉമ സമ്മതിച്ചത്. പലഹാരക്കാരന്റെ പിന്നാലെയുള്ള ഓട്ടവും ഇതിനൊരു കാരണമെന്ന് പറയാം. കാരണം ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് പലഹാരമൊക്കെ വരുമ്പോൾ അതിന്റെ പുറകെ കൊച്ചുകുട്ടിയല്ലേ. ഇതൊക്കെ രസകരമായ സിനിമാ ചിത്രീകരണമായിരുന്നു എന്ന് അവർ മരിക്കുന്നവരും പറയുമായിരുന്നു. ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും എനിക്ക് ആ സിനിമ തന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് മരിക്കുന്നവരും അവർ പറയുമായിരുന്നു. പഥേർ പാഞ്ചാലി സ്ക്രീനിൽ വന്നപ്പോൾ ഉമാദാസ് ഗുപ്തയ്ക്ക് ഒന്നും പിടികിട്ടിയില്ല. ഈ 14 വയസ്സുകാരിക്ക് ഒന്നും മനസ്സിലായില്ല, ഞാൻ എന്താ ചെയ്തിരിക്കുന്നതൊന്നും മനസ്സിലായില്ല. പക്ഷേ മകൾ മരിച്ച വിവരം അമ്മ അച്ഛനോട് പറയുന്ന സീൻ വന്നപ്പോൾ ഉമാദാസ് ഗുപ്ത കരഞ്ഞു. അത് പണ്ഡിറ്റ് രവിശങ്കർ ആയിരുന്നു അതിന്റെ പശ്ചാത്തല സംഗീതം. കഥയൊന്നും മനസ്സിലായില്ല സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കും. പക്ഷേ നമ്മുടെ പൊന്നമ്മന മകൾ ദുർഗ മരിച്ചു എന്ന് അമ്മ നാളുകൾക്ക് ശേഷം വീട്ടിൽ വന്ന് അച്ഛനോട് പറയും. അവിടെ എന്തുകൊണ്ടോ ദുർഗ മരിച്ചു എന്നുള്ള വിവരം പറയുന്നത് കേട്ടപ്പോൾ ഉമ്മയും തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു. അല്ലാതെ സിനിമ എന്താണെന്ന് മനസ്സിലായില്ല. താൻ മരിച്ചുപോയി എന്ന് പറയുന്നത് കൊണ്ടോ, ഒരമ്മ മകളുടെ മരണവിവരം അച്ഛനോട് പറയുന്നത് കൊണ്ടോ, അതോ അവിടെ എന്താ പറയുക ഹൃദയത്തെ നോവിക്കുന്ന പശ്ചാത്തല സംഗീതം കേട്ടതിനാലാണോ എന്നറിയില്ല, തിയേറ്ററിലിരുന്ന് കരഞ്ഞു 14 വയസ്സുകാരിയായ ഉമ. പണ്ഡിറ്റ് രവിശങ്കർ ആയിരുന്നു പഥേർ പാഞ്ചാലിയുടെ സംഗീതം നൽകിയത്. മകൾക്ക് കൊണ്ടുവന്ന വസ്ത്രം അച്ഛൻ ഹരിഹർ റോയ് എടുത്ത് കാട്ടുമ്പോൾ നിയന്ത്രണം വിട്ടുപോയ ഭാര്യ സർബജയ ഹരിഹരന്റെ മടിയിലേക്ക് തളർന്നു വീണ് കരയുന്ന രംഗത്ത്
സ്ക്രീനിൽ കേട്ട താർ ഷഹനായിയുടെ വിഷാദ നാദം പ്രേക്ഷകരെ കരയിച്ചു. അതുപോലെ ഉമയെയും കരയിച്ചു എന്ന് പറയാം. അദ്ദേഹം യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ മകൾക്ക് കൊണ്ടുവന്ന ദുർഗയ്ക്ക് കൊണ്ടുവന്ന ആ പുതിയ വസ്ത്രമെടുത്ത് ഭാര്യയെ കാണിക്കുമ്പോൾ അതുവരെ അവർ പറഞ്ഞില്ല. അവർ അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു. ഭർത്താവിൻ്റെ മടിയിലേക്കും വീണ് കരഞ്ഞ് നമ്മുടെ മകള് പോയി എന്ന് പറയുമ്പോഴാണ് ഈ പറയുന്ന താർ ഷെഹനായി എന്ന് പറഞ്ഞ വാദ്യോപകരണത്തിലൂടെ പണ്ഡിറ്റ് രവിശങ്കർ നമ്മളെല്ലാം നോവിക്കുന്ന സംഗീതം നൽകിയത്. അത് കണ്ടപ്പോഴാണ് ഉമ കരഞ്ഞത്. വേർപാടിന്റെ വേദന ഇത്ര ആഴത്തിൽ അനുഭവിപ്പിക്കുന്ന മറ്റൊരു സംഗീത ശകലം ലോക സിനിമയിൽ തന്നെ ഞാൻ കേട്ടിട്ടേയില്ല. ഇതുപോലൊരു സംഗീതം കേട്ടിട്ടില്ല, പശ്ചാത്തല സംഗീതം കേട്ടിട്ടില്ല എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഗാന്ധി സിനിമ ചിത്രീകരിച്ച സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ ഒരു പുരസ്കാരം? ഞാൻ ഇതുവരെ കണ്ട ഒരു സിനിമയിലും ഇതുപോലുള്ളൊരു പശ്ചാത്തല സംഗീതം കേട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അത് കേട്ട ഉമാദാസ് ഗുപ്ത കരഞ്ഞതിൽ അത്ഭുതമില്ല. ഒരൊറ്റ സിനിമയിലെ പ്രകടനത്തിലൂടെ 72 വർഷം ജീവിക്കുക എന്നത് ഉമാദാസ് ഗുപ്തയ്ക്ക് മാത്രം സ്വന്തം. ആ അനശ്വര കലാകാരിക്ക് എന്താ പറയാ, ഒരൊറ്റ സിനിമയിലാണെങ്കിൽ പോലും ഇന്ത്യയുടെ നോട്ടബിളായ ഒരു സിനിമയിലെ പ്രധാന വേഷം ചെയ്ത അനശ്വര കലാകാരിയുടെ ആത്മാവിന് നിത്യശാന്തി നേരാം. നമസ്കാരം. അടുത്തു പറയുന്നതും ഒരു മരണ സംഭവമാണ്. നമ്മുടെ പ്രശസ്തനായ ബാലൻ കെ നായരുടെ ബാലേട്ടൻ്റെ ഒക്കെ അഭിനയം ഞാൻ പുറപ്പാടിലും ജീവിതരാഗത്തിലൊക്കെ അഭിനയിച്ചപ്പോൾ അദ്ദേഹം അഭിനയിക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. അതായത് ഒരു സീൻ വായിച്ചു കഴിഞ്ഞാൽ ബാലേട്ടൻ ആ കഥാപാത്രമായിട്ട് അങ്ങ് മാറും. ഈ കയ്യിലേക്ക് രോമമൊക്കെ ഇങ്ങനെ എണ്ണീറ്റ് വരും. അദ്ദേഹം ഒരു അടിയൊക്കെ അടിച്ചാൽ ഒറിജിനലായിട്ട് അടിച്ചളയും. കാരണം ആ ഫൈറ്റൊക്കെ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ബോധമില്ല എന്ന് നമുക്ക് തോന്നും. ഒറിജിനൽ അടിയാണ് അടിക്കുന്നത്. കട്ട് പറഞ്ഞാലും ആ ആവേശത്തിൽ നിൽക്കും ബാലേട്ടൻ. അദ്ദേഹത്തിന്റെ മകനാണ് മേഘനാഥൻ. 5 മക്കളില് 3ാമത്തെ ആൺകുട്ടി. PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന് പറഞ്ഞൊരു നല്ല സിനിമയുണ്ട്. മേനോൻ സിനിമ എന്നാണ്. മേനോൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. മമ്മൂട്ടിയും മോഹൻലാലും ഭരത് ഗോപിയും നെടുമുടി വേണു ഒക്കെ ഉള്ള സിനിമയിലാണ് 1983 മേഘനാഥൻ അഭിനയത്തിന് തുടക്കം കുറിക്കുന്നത്. അതും ഒരു സ്റ്റുഡിയോയിലെ ബോയ് ആയിട്ട്. ജിത്തു ജോസഫിന്റെ കൂമൻ എന്ന് പറഞ്ഞ 2022 ഇറങ്ങിയ സിനിമയാണ് മേഘനാഥന്റെ അവസാനത്തെ സിനിമ. 50ഓളം സിനിമകളിലും കുറച്ച് സീരിയലുകളിലും മേഘനാഥൻ അഭിനയിച്ചു. ഈ എന്താ പറയാ, ആർക്കും ഒരു ബാധ്യതയാവാതെ ജീവിച്ച ചെറുപ്പക്കാരനായിരുന്നു മേഘനാഥൻ. മേഘനാഥനെ കുറിച്ച് മേഘനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സത്യസന്ധമായി ജീവിക്കണമെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ തന്നെയാണ് ജീവിച്ചത് എന്ന് മേഘനാഥൻ എപ്പോഴും പറയുമായിരുന്നു. സത്യസന്ധമായി ജീവിക്കണം, അത് ഒരു നിഷ്ഠ പോലെ തന്നെ മേഘനാഥൻ ജീവിതത്തിലുടനീളം കൊണ്ട് നടന്നിരുന്നു. ഉണ്ണി എന്നാണ് വീട്ടുകാർ സ്നേഹത്തോടെ മേഘനാഥനെ വിളിക്കുന്നത്. അടുപ്പക്കാരും വിളിക്കുന്നത് ഉണ്ണി എന്നാണ്. ഇന്നലെ എന്നെ വിളിച്ച് സംസാരിച്ച ഒരാളാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉണ്ണിയാണ്. വർഷത്തിൽ 3-4 സിനിമ. അതിനായി 4-5 ദിവസം, ഒരു സിനിമയ്ക്ക് 4-5 ദിവസം, കാരണം 2-3 സീനൊക്കെ എല്ലാം ഉണ്ടാവും. ആദ്യം മധ്യാന്ത്യം വരുന്ന ഒരു സിനിമയിലും മേഘനാഥൻ അഭിനയിച്ചില്ല. ബാക്കി ദിവസങ്ങളൊക്കെ വെറുതെ കളഞ്ഞ് അടിച്ചു പൊളിച്ച ആളായിരുന്നില്ല മേഘനാഥൻ. നന്നായി കൃഷിപ്പണി ചെയ്തിരുന്നു. ബാലേട്ടനും നല്ല അധ്വാനിയായിരുന്നു. അദ്ദേഹം നാടകം, വർക്ക്ഷോപ്പ്, കൃഷി എല്ലാം കൂടി എപ്പോഴും സജീവമായിരുന്ന മനുഷ്യനായിരുന്നു ബാലേട്ടൻ. ആദ്യം സ്വന്തമായി വാങ്ങിയ വാഹനം പോലും ഒരു ട്രാക്ടറാണ് എന്ന് പറയുമ്പോൾ മണ്ണിനോട് എത്ര അടുത്ത് നിന്നു മേഘനാഥൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അച്ഛൻ കോഴിക്കോട്ടുകാരനാണെങ്കിലും അമ്മയുടെ നാടായ ഷൊർണൂറിലായിരുന്നു ജീവിതം. കൃഷിയൊക്കെ ചെയ്തതും അമ്മയുടെ ഭാഗം വെച്ച് കിട്ടിയ വസ്തുവിൽ തന്നെയായിരുന്നു. ചെയ്തു വെച്ച ഏതാണ്ട് എല്ലാ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകന്റെ നല്ല വെറുപ്പ് സമ്പാദിച്ച നടനായിരുന്നു മേഘനാഥൻ എന്ന് പറയാം. അങ്ങനെ ചുരുക്കം അഭിനേതാക്കളേ ഉള്ളൂ. കാരണം പോസിറ്റീവായ നല്ല വേഷങ്ങൾ കിട്ടാതെ പോയ വളരെ ചുരുക്കമല്ലേ. ആ ആക്ഷൻ ഹീറോ ബിജു പോലുള്ള
വളരെ ചുരുക്കം വേഷങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ആദ്യ സിനിമയിൽ പോലും മൊ മുതലാളിയെ പഠിപ്പിക്കുന്ന തൊഴിലാളിയായിട്ടാണ് ആ സ്റ്റുഡിയോ ഉടമയായ മമ്മൂട്ടിയോട് മേഘനാഥ് സംസാരിക്കുന്ന കേൾക്കണം. നല്ല ക്യൂട്ടായ പയ്യനായിട്ടാണ് അസ്ത്രത്തിൽ അഭിനയിച്ചത്. ജീവിതത്തില് കാപട്യമില്ലാത്ത പാവം മനുഷ്യനും കൊത്താമ്പള്ളി പാവം മനുഷ്യനായിരുന്നു മേഘനാഥൻ. ഞാനിങ്ങനെ വന്നുപോയ പടങ്ങളല്ലാതെ പുതിയ എന്തെങ്കിലും പടം കിട്ടുമോ എന്നിങ്ങനെ ഒരുപാട് നേരം, ഇന്നലെ മണിക്കൂർ കണക്ക് ഞാൻ മേഘനാഥന്റെ ഫോട്ടോയ്ക്ക് വേണ്ടി തപ്പിയപ്പോഴാണ് കൊത്താമ്പള്ളി എന്ന് പറഞ്ഞ പ്രശസ്തമായ കേരളത്തിലെ ബാലരാമപുരം കൈത്തറി പോലെ തന്നെ, അല്ലെങ്കിൽ കറാൾക്കടയിലെ കൈത്തറി പോലെ തന്നെ പ്രശസ്തമാണല്ലോ ഈ പറയുന്ന കൊത്താമ്പള്ളി കൈത്തറി. അവിടെ അപ്പോൾ സദാസമയം എനിക്ക് തോന്നുന്നു മേഘനാഥൻ മുണ്ടേ ഉടുക്കുള്ളൂ തോന്നുന്നു, ഷർട്ടും മുണ്ട്. അപ്പോൾ അവിടെ പോയി കൈത്തറിയുടെ മുണ്ടൊക്കെ വാങ്ങിയിട്ട് അവിടുത്തെ സ്റ്റാഫുകളോടാണോ സെക്യൂരിറ്റിക്കാരനോട് നിൽപ്പുണ്ട്, പിന്നെ അവിടെ കാണാൻ വന്ന സിനിമയിൽ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയാണോ നിന്ന് ഫോട്ടോ എടുത്തതിൽ പോലും ആ കവർ പോലും മാറ്റാതെ കയ്യിൽ വെച്ചോണ്ട് തന്നെ അഭിമാനത്തോടെ ഹാൻഡ്ലൂമിന്റെ കവർ കയ്യിൽ പിടിച്ചോണ്ട് നിന്ന് ഫോട്ടോ എടുക്കും. ഇത്രയേ ഉള്ളൂ. ഒരു കാപട്യവും മേഘനാഥനില്ല എന്ന് എനിക്ക് തോന്നിയത് ആ ഫോട്ടോ കണ്ടപ്പോഴാണ്. കഥ പറയുമ്പോൾ എന്ന പരമ്പരയിൽ കൂടെ അഭിനയിച്ച കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞൊരു പ്രശസ്തമായ പരമ്പര വന്നിരുന്നു. അതിൽ ബിന്ദുജ മേനോനായിരുന്നു മേഘനാഥന്റെ കൂടെ അഭിനയിച്ചത്. അപ്പം ബിന്ദുജ പറയുന്നത്, കയ്യിൽ മുറുക്കി പിടിച്ച് ദേഹോപദ്രവം അഭിനയിക്കുമ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോകും എന്നാണ് പറയുന്നത്. ടേക്ക് കഴിഞ്ഞ് കയ്യിലെ നീലിച്ച പാട് കാണിച്ച് ഇത് കണ്ടോ എന്ന് ചോദിച്ചാൽ പാവം ആ മുഖം എന്താ പറയുക വാടി തളരുമായിരുന്നു എന്നാണ് ബിന്ദുജ പറയുന്നത്. കഥ പറയുമ്പോഴുള്ള അഭിനയത്തിന് ഇരുവർക്കും അവാർഡ് ലഭിച്ചപ്പോൾ എന്നെ നന്നായി ഉപദ്രവിച്ചതിനുള്ള പുരസ്കാരമാണ് ഇത് എന്ന് ബിന്ദുജ പറയുമ്പോഴും വാടി നിൽക്കാനല്ല, ചിരിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം അത്രയും ഞാൻ അഭിനയിക്കുകയാണെന്ന് തോന്നാതെ റിയാലിറ്റി പോലെ കയറി കയ്യിലൊക്കെ പിടിച്ച് നീലിപ്പിച്ചത് കൊണ്ടാണ് അവാർഡ് കിട്ടിയതെന്ന് ബിന്ദുജ പറയുമ്പോഴും അദ്ദേഹം ചിരിച്ചില്ല. അച്ഛൻ ബാലങ്ക നായരെ പോലെ തന്നെ എന്താ പറയുക, കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മേഘനും എന്താ പറയുക അഭിനയിക്കുകയാണെന്നുള്ള ബോധം മറന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. വെറും തല്ലുകൊള്ളി വേഷങ്ങൾ മാത്രമായപ്പോൾ ഒന്ന് ഒതുങ്ങി നിന്നു മേഘനാഥൻ. വില്ലൻ വേഷമാണെങ്കിലും 2 സീനിലേ ഉള്ളൂവെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും മേഘനാഥൻ ഉപേക്ഷിച്ചിട്ടില്ല. ഈ പുഴയും കടന്ന് എന്ന് പറഞ്ഞ സിനിമയിൽ 4 സീനിലേ മേഘനാഥനുള്ളൂ. എന്നാൽ കഥയുടെ ഭാഗത്ത് മറ്റ് കഥാപാത്രങ്ങളിലൂടെ മേഘനാഥന്റെ കഥാപാത്രത്തിന്റെ സാന്നിധ്യം ആ ചിത്രത്തിൽ ആദിമത്യാന്തമുണ്ട്. ആ 4 പെൺകുട്ടികളുടെ സഹോദരനായിട്ട് കൂടെ വന്ന് പൈസയൊക്കെ 3 പെൺകുട്ടികളുടെ വന്ന് പൈസയൊക്കെ പിടിച്ചു വാങ്ങിച്ചോണ്ട് പോകുന്ന, കാശ് കൊടുക്കുകയൊക്കെ അടിച്ചു പൊട്ടിച്ച് അതിൽ നിന്ന് പൈസയൊക്കെ എടുത്തോണ്ട് പോകുന്ന തല്ലുകൊള്ളിയായ ഒരു വേഷമായിരുന്നല്ലോ. കോമഡി വേഷം ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിളായ ഒരാളല്ല ഞാൻ എന്ന ബോധം അല്ലെങ്കിൽ ആ തിരിച്ചറിവ് മേഘനാഥനുണ്ടായിരുന്നു. സലിംകുമാറും ജഗദീഷ് കുമാറിനെയും പോലുള്ളവർ ചെയ്യുന്ന കോമഡി എനിക്ക് പറ്റില്ല. എന്നാൽ ശ്രീനിവാസൻ ചെയ്യുമ്പോഴുള്ള വേഷങ്ങൾ എനിക്ക് ചെയ്യാനാവും, പക്ഷെ ആരും എന്നെ അതിലേക്ക് വിളിച്ചില്ല. കൊച്ചിൻ ഹനീഫ, ജനാർദ്ദനൻ, നരേന്ദ്രപ്രസാദ്, ബാബുരാജ് ഇവർക്കൊക്കെ അത്തരം വേഷങ്ങൾ നൽകാൻ ആളുണ്ടായി. പക്ഷേ അതുപോലുള്ള വേഷങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഞാനും ഒരു കൈ നോക്കിയനെ എന്നാണ് മേഘനാഥൻ പറയാറ്. പക്ഷെ ആരും അങ്ങനെയുള്ള വേഷങ്ങൾ കൊടുത്തില്ല. മേഘനാഥന്റെ തുടക്കകാലത്ത് പ്രശസ്ത സാഹിത്യകാരൻ സേതുവിന്റെ ഒറ്റ എന്ന് പറഞ്ഞ കഥയെടുത്ത് GS വിജയൻ ടെലിഫിലിമാക്കിയിരുന്നു. അതിൽ പ്രധാന വേഷം മേഘനാഥനാണ് മനോഹരമായി ചെയ്തത്. പിന്നീട് ഈ നടൻ നിലവാരമില്ലാത്ത വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ കഷ്ടം തോന്നിയെന്നാണ് കഥാകൃത്ത് സേതു മേഘനാഥൻ മരിച്ചപ്പോൾ പറഞ്ഞ കമന്റ്. പാവമായിരുന്നു ഉണ്ണി എന്നാണ് സേതുവിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നോവലിസ്റ്റ് സേതു വിളിക്കുന്നതും ഉണ്ണി എന്നാണ്. അവിചാരിതമായി വീണ് കിട്ടിയ വേഷമായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിലെ വേഷം. അതില് ഭവതി എന്ന് പറയുന്ന ഒരു വീട്ടു ജോലിക്ക് പോകുന്ന കഥാപാത്രമാണല്ലോ രോഹിണി ചെയ്തിരിക്കുന്നത്. ഭവതിയുടെ ഭർത്താവ് ഒരു ആക്സിഡന്റോ എന്തോ പറ്റിയിട്ട് കാലൊക്കെ വേച്ച് വെച്ച് കിടക്കുന്ന ഒരു കഥാപാത്രം. ഒരു മോനും ഒരു മോളും. ഭാര്യ വീട്ടു ജോലിക്ക് പോകുന്നത് പോലും അയാൾക്ക് ഇഷ്ടമല്ല. ഗതികേട് കൊണ്ടാണ് അവരെ വീട്ടു ജോലിക്ക് അയക്കുന്നത്. അയാൾക്ക് ഇഷ്ടമല്ല അത്. ഞാൻ ജോലി ചെയ്ത് ഭാര്യയും മക്കളെയും നോക്കണം എന്ന് വാശിയുള്ള ആളായിരുന്നു. പക്ഷെ അയാളെ കൊണ്ട് കഴിയുന്നില്ല. വീട്ടു ജോലി ചെയ്ത വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ച ഭാര്യയെ പോലീസ് പിടിക്കുമ്പോൾ അഭിമാനിയായ അയാളുടെ അവസ്ഥ മേഘനാഥൻ മനോഹരമായി ചെയ്ത പടമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. സത്യസന്ധമായി ജീവിക്കണമെന്നാണ്
അച്ഛൻ എപ്പോഴും പറയാറ്. ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒന്നും വേണ്ടാന്നേ പറയാറുള്ളൂ സാറേ. ഞങ്ങൾക്ക് ഈ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. പിന്നെ അമ്മ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. മോഷണ കേസിൽ അമ്മയെ അറസ്റ്റ് ചെയ്യാമെന്ന പോലീസിനോട് ആ കുട്ടികൾ കൊടുക്കുന്ന മൊഴി ഇങ്ങനെയായിരുന്നു. കേട്ടോണ്ടിരുന്നപ്പോൾ സത്യത്തിൽ നമുക്ക് സിനിമയാണെന്ന് തോന്നൂല. ആക്ഷൻ ഹീറോ ബിജുവിലെ ഇത്തരം സീനുകൾ. സത്യസന്ധമായി ജീവിക്കണമെന്ന് അച്ഛൻ എപ്പോഴും പറയാമെന്ന്. അച്ഛൻ എപ്പോഴും പറയുന്ന ഇതേ ഡയലോഗ് തന്നെയാണ് ബാലങ്കി നായർ മേഘനാഥനെ പഠിപ്പിച്ചത്. അല്പസമയമേ മേഘനാഥന്റെ അച്ഛൻ വേഷമുള്ളൂ ഈ പറഞ്ഞ ആക്ഷൻ ഹീറോ ബിജുവിൽ. ഇത്രയും സ്വാഭാവികമായി മേഘനാഥൻ അഭിനയിക്കുമെന്ന് മേഘനാഥൻ പോലും കരുതിയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ഭുതമായിരുന്നു മേഘനാഥൻ. നമ്പർ തപ്പിയെടുത്ത് സിനിമ കണ്ടവർ വിളിക്കുന്നു, പ്രശംസകൾ കൊണ്ടവർ പൊതിയുന്നു. ഒരു നടന് കിട്ടുന്ന അപൂർവ ഭാഗ്യമാണ് ഈ പറഞ്ഞ ആക്ഷൻ ഹീറോ ബിജു എന്നാണ് മേഘനാഥൻ പറയാറ്. സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്കുള്ള യാത്രകൾക്കിടയിൽ വീട്ടിൽ വന്നപ്പോൾ ഒരു നാൾ ബാലങ്കി നായർക്ക് ഒരു കാര്യം മനസ്സിലായി. 5 മക്കളിൽ 3 ആൺകുട്ടികളിൽ 3 പഠിത്തത്തിൽ നല്ല കേമനാണെന്ന് മനസ്സിലായി റിസൾട്ട് കണ്ടപ്പോൾ. കാരണം താഴോട്ട് പടവലിങ്ങ വളരും പോലെയാണ് മോൻ വളരുന്നതെന്ന് മനസ്സിലായി. ബാലങ്കി നായർക്കും ഭാര്യ ശാരദാമ്മയ്ക്കും 5 മക്കളാണ്. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ആൺകുട്ടികളിൽ 3 മേഘൻ. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അക്കാലത്ത് ബാലങ്കി നായർ മദ്രാസില് രാമകൃഷ്ണ എന്ന് പറഞ്ഞ ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഇവൻ ഇവിടെ വന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് TC ഒക്കെ വാങ്ങിച്ച് ബാലങ്കി നായർ മേഘനെ കൂടി മദ്രാസിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ചെന്നൈ ആശാൻ മെമ്മോറിയൽ സ്കൂളിൽ മേഘനാഥന് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. അച്ഛൻ്റെ കൂടെ ഈ പറയുന്ന രാമകൃഷ്ണ ലോഡ്ജിലായിരുന്നു താമസം. അച്ഛനെ സിനിമയിൽ വാർത്തെടുത്ത സംവിധാനമാണല്ലോ PN മേനോൻ. അപ്പോൾ PN മേനോന്റെ വീട്ടിൽ ഇടയ്ക്കിടെ മേഘനാഥൻ പോവും. PN മേനോന് ഒരു മകനെ പോലെ തന്നെ മേഘനാഥന്. അതുപോലെ തന്നെ മൂർഖൻ ബെൻസു അസൂഖ് എടുത്ത ആരിഫ ഹസൻ എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു ബാനർ ഉണ്ടല്ലോ. സംവിധായകനുമായിരുന്നു ഹസൻ. ആരിഫ ഹസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ആരിഫ ഹസൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലും ഇടയ്ക്കിടയ്ക്ക് ഈ മേഘനാഥൻ പോവും. ഈ 2 ഇടത്തുനിന്നും ഭക്ഷണമൊക്കെ കഴിക്കും. അത്രയും സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ കുട്ടികളെ പോലെ തന്നെ മേഘനാഥനെയും നോക്കിയിരുന്നു. സംവിധാന തിരക്കിൽ നിന്നും പോസ്റ്റർ ഡിസൈനിലേക്ക് PN മേനോൻ മാറിയ കാലം. അപ്പോഴാണ് മേഘൻ മദ്രാസിൽ ചെല്ലുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളടക്കം, അല്ലെങ്കിൽ സെഞ്ചുറിയുടെ സിനിമകളടക്കം, അതിലൊക്കെ ഈ പെയിന്റിങ് പോലെ PN മേനോൻ സാർ വരച്ചിരുന്ന പോസ്റ്ററുകൾ മനോഹരമായ പോസ്റ്ററുകളായിരുന്നു അക്കാലത്ത്. ഈ വെട്ടിയൊട്ടിക്കലല്ല, കളറുകളുണ്ട്. നല്ല രസകരമായ പോസ്റ്ററുകളായിരുന്നു ഇദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോൾ സംവിധാന തിരക്ക് അല്പച്ച കുറഞ്ഞ് തീരെ ഇല്ലാതായപ്പോൾ അദ്ദേഹം പോസ്റ്റർ ഡിസൈനിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന കാലമായിരുന്നു. ചമയങ്ങൾ കൊണ്ട് ചാരുതയാർന്ന പോസ്റ്ററുകൾ ഉണ്ടാക്കുന്ന മേനോന്റെ സൃഷ്ടികൾ നോക്കിയിരിക്കുന്നതിനിടയിൽ, അതാണ് പ്രധാന ജോലി. വീട്ടിൽ ചെന്നാൽ PN മേനോന്റെ വീട്ടിൽ ചെന്നാൽ അങ്കിള് വരയ്ക്കുന്ന പോസ്റ്ററൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഇതിനിടയിൽ അവിടെ ഇരിക്കുന്ന സിനിമ ആൽബങ്ങൾ എടുത്ത് മറിച്ച് നോക്കും. ഇപ്പോഴത്തെ പോലെ അല്ല, അന്ന് സിനിമയ്ക്ക് വലിയ ആൽബം ഉണ്ടാക്കും. ആൽബത്തിനെ കണ്ടാണ് വിതരണമൊക്കെ ശരിയാക്കുന്നത്. അപ്പോൾ അതെടുത്ത് വെച്ച് വെറുതെ മറിച്ച് നോക്കും മേഘനാഥൻ. അത് ശ്രദ്ധിച്ച മേനോന് ഒരു കാര്യം മനസ്സിലായി. ഇവൻ അച്ഛനെ പോലെ തന്നെ അഭിനയിക്കാനുള്ള ഒരു കഴിവ് ഇവനിൽ ഉള്ളിൽ ഉറഞ്ഞു കിടപ്പുണ്ടെന്ന് PN മേനോന് തോന്നി. അദ്ദേഹം ചോദിച്ചു, നിനക്ക് അഭിനയിക്കണോ? വേണം എന്നായിരുന്നു ഉത്തരം. 1983 മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ തുടക്കമിട്ടു മേഘനാഥൻ. എനിക്ക് ആ സീൻ ഞാൻ ഇട്ട് കണ്ടു. രസകരമായി ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയും മേഘനാഥനുണ്ട്. മേഘനാഥൻ ആദ്യമാണെന്ന് തോന്നുകയേയില്ല. പണ്ടത്തെ കാലത്തെ ചെവി കാണാത്ത രീതിയിലുള്ള മുടിയൊക്കെ വെട്ടി നല്ല ചുള്ളം പയ്യനായിട്ട് ചെയ്തിരിക്കുന്നു. ജോണി എന്നായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര്. മമ്മൂട്ടി മാത്രമല്ല, മോഹൻലാല്, ഭരത് ഗോപി, നെടുമുടി വേണു ഒക്കെയുള്ള ചിത്രമായിരുന്നു അസ്ത്രം. ജോൺ പോളിൻ്റെതായിരുന്നു തിരക്കഥ. ജോണിയായിട്ട് തുടക്കം നന്നായിട്ട് ചെയ്തു മേഘനാഥൻ. ചെന്നൈയിലെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടി. പഞ്ചാഗ്നിയിലെ ഗീത ചെയ്ത ഇന്ദിര എന്ന കഥാപാത്രത്തിന്റെ സഹോദരൻ രവി എന്ന റബലായിട്ട് MTയുടെ സ്ക്രിപ്റ്റിൽ അസലായിട്ട് മേഘനാഥൻ അഭിനയിച്ചു. കാരണം നക്സലിസത്തോട് അടുത്തു നിന്ന് ജയിലിൽ പോയ ചേച്ചി
പരോളിൽ വീട്ടിൽ വരുമ്പോഴുള്ള ആ ധാർമ്മിക രോഷം കാണണം രവിയുടെ. നന്നായിട്ട് ചെയ്തു. അതിലെ ചെങ്കോലില് ചെങ്കോൽ കിരീടത്തിന്റെ രണ്ടാം ഭാഗമാണല്ലോ, അതിൽ കീരിക്കാടൻ ജോസിന്റെ സഹോദരനായിട്ട് ചെയ്തു. ഈ പുഴയും കടന്ന് എന്ന് പറഞ്ഞ കമലിന്റെ സിനിമയിൽ അഞ്ജലി, അശ്വതി, ആരതി ഈ 3 പാവം പെൺകുട്ടികളുടെ സഹോദരൻ രഘു എന്നുള്ള തല്ലുള്ളി വേഷമായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ 4-5 സീനേ ഉള്ളൂ, പക്ഷെ പടം മുഴുവൻ ഈ രഘു ഉണ്ടെന്ന് തോന്നുന്നു. ഈ ദ്രോഹി വരരുതേ എന്ന് നമ്മൾ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു പോകും. അത്രയും ക്രൂരനായിരുന്നു. വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും അതിലും ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് വില്ലൻ വേഷം ചെയ്തില്ലേ, മണി ചെയ്ത ക്യാരക്ടറിന്റെ ജ്യേഷ്ഠനായിട്ട്. ഭരതന്റെ ചമയത്തിലെ രഘു, മറവത്തൂർ കനവിലെ തങ്കപ്പൻ, തച്ചിലിടത്ത് ചുണ്ടൻ, ഉത്തമൻ, താൻ തോന്നി, സൺഡേ ഹോളിഡേ തുടങ്ങി 50ഓളം സിനിമകളിൽ മേഘനാഥൻ അഭിനയിച്ചു. ഭൂരിഭാഗവും ഈ നേരത്തെ പറഞ്ഞ പോലെ തല്ലുകൊള്ളി വേഷങ്ങളായിരുന്നു. പ്രതിഫലം പറയാതെ വിളിച്ചിട്ട്, എന്തെങ്കിലും കയ്യിൽ വെച്ചു കൊടുത്തിട്ട്, എത്രയെന്ന് പോലും മേഘനാഥൻ നോക്കാറില്ല. കയ്യിലൊരു പൊതി വെച്ചു കൊടുക്കും. എന്നിട്ട് ഓട്ടോയിൽ കയറ്റി വിട്ട വേന്ദ്രന്മാരുണ്ട് എന്നാണ് വേദനയോടെ മേഘനാഥൻ പറയാറ്. പക്ഷേ ഒരാളിനോട് പോലും ഞാൻ വിചാരിച്ച പ്രതിഫലം തന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പോകാനായിട്ടൊരു കാറ് പോലും തന്നില്ല, എന്നെ ആട്ടോയിൽ കയറ്റി വിട്ടു എന്നുള്ള ഒരു പരാതിയും മേഘനാഥൻ ആരോടും പറഞ്ഞില്ല. സുസ്മിതയാണ് മേഘനാഥന്റെ ഭാര്യ. ഒരു മകളേ ഉള്ളൂ, പാർവതി. ആൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇന്നലെ ആ കുട്ടി മേഘനാഥന് കൊള്ളി വയ്ക്കുന്ന കണ്ടപ്പോൾ കലത്തിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ ആ മൃഗത്തിന് ചുറ്റും കറങ്ങുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ശ്വാസകോശത്തിൽ ക്യാൻസർ ആയിരുന്നു എന്നാണ് അറിയുന്നത്. വളരെ വൈകിയാണെന്ന് തോന്നുന്നു അത് അറിഞ്ഞതെന്ന് തോന്നുന്നു. ഷണ്ണൂറിൽ വാടാനം കുറിശിയിൽ മേഘനാഥന്റെ അടക്കം കഴിഞ്ഞ അത് കണ്ട ശേഷമാണ് ഞാൻ വന്ന് ഈ വിഷ്വൽ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത്. ആർക്കും ഭൂമിക്ക് നോവാതെ ജീവിച്ചു എന്ന് പറയുന്ന പോലെ, ആർക്കും ഒരു പാരയാകാതെ, അച്ഛൻ്റെ പേര് കളയാതെ, അച്ഛൻ്റെ പേര് ഉപയോഗിച്ച് അവസരങ്ങൾ വാരിക്കൂട്ടാതെ, സ്വന്തം ഐഡന്റിറ്റിയിൽ നിന്ന് മേഘനാഥൻ എന്ന് പറഞ്ഞ ആ ബാലഗംഗധര മകയല്ലേ എന്ന് പറയിക്കുന്ന രീതിയിൽ കിട്ടിയ വേഷങ്ങളെല്ലാം മനോഹരമാക്കി ആജാനുബാഹുവായ, ഒരു പരിധിവരെ വേണമെങ്കിൽ ബാലേട്ടന്റെ ശബ്ദവും സാമ്യമുണ്ടെന്ന് പറയാം മേഘൻ. ആർക്കും ഒരു ബാധ്യതയുമാകാതെ മകളെ കെട്ടിച്ചയച്ചു. എന്നാലും 60 വയസ്സിലൊക്കെ വിട പറയുക എന്ന് പറഞ്ഞാൽ, രോഗിയായിട്ട് പോലും ബാലേട്ടൻ എത്ര വർഷം ജീവിച്ചു. പക്ഷേ വിധി മേഘനാഥനെ പെട്ടെന്ന് കൊണ്ടുപോയി. എൻ്റെ കൂടെ ഒരു പടത്തിലും സഹകരിച്ചിട്ടില്ല, സീരിയലിലും സഹകരിച്ചിട്ടില്ല. എന്നാലും മേഘനാഥൻ ചെയ്ത ഓരോ വേഷങ്ങളും എനിക്കിഷ്ടമാണ്. ആ സിനിമയിൽ ആർക്കും പാര വയ്ക്കാതെ, പരിഭവം പറയാതെ വളരെ ശാന്തനായി ജീവിച്ചു പോയ മേഘനാഥൻ ഇനി എത്ര കാലം ജീവിക്കേണ്ടത്. ആ അനശ്വര കലാകാരൻ എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് രോഹിണിയുടെ ഭർത്താവിനെ ഓർമ്മ വരും. അല്ലെങ്കിൽ വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ കലാഭവൻ മണിയുടെ ജ്യേഷ്ഠനെ ഓർമ്മ വരും. ഈ പുഴയും കടന്ന് എന്ന് പറഞ്ഞ പടം പറഞ്ഞാൽ 3 സഹോദരിമാരുടെ, ഒരു ഊമയടക്കം 3 സഹോദരിമാരുടെ മൊഷടനായ ചേട്ടനെ ഓർമ്മ വരും. പഞ്ചാഗ്നി എന്ന് പറഞ്ഞാൽ ഇന്ദിരയുടെ സഹോദരനെ ഓർമ്മ വരും. അങ്ങനെ കിട്ടിയ വേഷങ്ങളെല്ലാം 3-4 സീനേ ഉള്ളെങ്കിൽ പോലും അതിൽ തൻ്റെ സാന്നിധ്യം തെളിയിക്കാൻ കഴിഞ്ഞ നല്ല നടനായിരുന്നു മേഘനാഥൻ. ആ അനശ്വര കലാകാരൻ ഹൃദയാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.